ഇസ്രായേൽ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പ്രവേശിക്കും മുൻപേ തന്നെ ഭാരതത്തെ ഇസ്രായേൽ ഉള്ളം കൈയിലാണ് വെച്ചിരിക്കുന്നത്. പ്രതിരോധ രംഗം ഇരു രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായ ഒരു വഴി തുറക്കും, അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് ശക്തിപ്പെടുമെന്നും ഇവിടെ വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ മിഷൻ സുദർശനയ്ക്കൊപ്പം തന്നെ ഇസ്രായേൽ കൈകോർക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇനി ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് ആന്റി ബാലിസ്റ്റിക് മിസൈൽ മുതൽ ഡ്രോൺ വരെ ഇവിടെ വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻകൂറായി തന്നെ തീരുമാനമെടുത്തതായുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് മോദി ഇസ്രായേലിലേക്ക് എത്തും മുൻപേ തന്നെ ഇസ്രായേലുമായി കൂടുതൽ അടുത്തിരിക്കുകയാണ് ഭാരതം എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇതോടുകൂടി തന്നെ മോദിയുടെ നയതന്ത്രം ഒരിക്കൽ കൂടെ ഫലം കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വരുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25-ന് ഇസ്രായേലിലേക്ക് എത്തുന്നത്. സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ അവിടെ നിന്നും പ്രതിരോധം, തന്ത്രപ്രധാനമായ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തൽ ഇന്ത്യയും ഇസ്രായേലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയാണ്. പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സംയുക്തമായി തന്നെ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും ഇവിടെ ലക്ഷ്യമിടുന്നു. ഇതിൽ ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം, ലേസർ ആയുധങ്ങൾ, ദീർഘദൂര സ്റ്റാറ്റ് ഓഫ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുടെ സംയുക്ത വികസനം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷാ സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രം ഈ സന്ദർശന വേളയിൽ ഒപ്പുവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വരും വർഷങ്ങളിൽ ഏകദേശം $10 ബില്യൺ ആയിരിക്കുമെന്നും കണക്കാക്കപ്പെടുകയാണ്. നിലവിൽ ഇസ്രായേൽ ഇന്ത്യക്ക് പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യ നൽകാൻ തയ്യാറാണ്. ഇതിൽ ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ, ദീർഘദൂര മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. മുൻപ് നൽകാത്ത സാങ്കേതിക വിദ്യയും ഇസ്രായേൽ ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാലിസ്റ്റിക് വിരുദ്ധ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ചേക്കാം. ശത്രുക്കളുടെ ദീർഘദൂര മിസൈലുകളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ മിഷൻ സുദർശന്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു. അതേപോലെ തന്നെ ശത്രു പ്രദേശത്തിന്റെ ഉള്ളിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും അത് വാങ്ങുന്നതിനെക്കുറിച്ചും ഇന്ത്യ ഇവിടെ ആലോചനകൾ നടത്തുകയാണ്. ഇന്ത്യ മുൻപ് റാംപേജ് മിസൈലുകളാകട്ടെ ഒപ്പം തന്നെ മറ്റു ആയുധങ്ങളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കപ്പലുകളെ സംരക്ഷിക്കുന്നതിനായി തന്നെ ബറാക്ക് മിസൈൽ സംവിധാനത്തിന്റെ പുതിയ പതിപ്പ് വാങ്ങുന്നതും നാവികസേന വലിയ രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. പ്രതിരോധത്തിന് പുറമെ തന്നെ ശാസ്ത്രം, കൃഷി, ശുദ്ധജലം, അതേപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.